ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഏലിയൻ റോമുലസ് എന്ന സയൻസ് ഫിക്ഷൻ ഹൊറർ സിനിമയാണ്. 1979 തുടങ്ങിയ ഏലിയൻ ഫ്രാഞ്ചൈസിയുടെ ഭാഗമായി 2024 ഇത് പുറത്തിറങ്ങിയത്. ഒരു സംഘം യുവാക്കൾ തങ്ങളുടെ ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ക്രയോപോഡ്സ് മോഷ്ടിക്കാൻ ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്പേസ് സ്റ്റേഷനിൽ കയറുന്നതും അവിടെ വെച്ച് അവർക്ക് ഒരു ഏലിയനെ നേരിടേണ്ടി വരുന്നതുമാണ് ഈ സിനിമയുടെ കഥ. തുടക്കം മുതൽ അവസാനം വരെ വളരെ എൻഗേജിംഗ് ആയിട്ടാണ് ഈ സിനിമ എടുത്തു വച്ചിരിക്കുന്നത്. പ്രേക്ഷകരുടെയും നിരൂപകരുടെയും പ്രശംസ ഒരുപോലെ നേടിയെടുത്ത ഈ ചിത്രത്തിന് 300 കോടിയോളമാണ് ബോക്സ് ഓഫീസിൽ നിന്ന് ലഭിച്ചത്. ആദ്യത്തെ ഏലിയൻ സിനിമയിൽ നടന്ന സംഭവങ്ങൾക്ക് ശേഷമാണ് ഈ കഥ നടക്കുന്നത്. വർഷം 2142. വേലാൻഡ് യൂട്ടാണി എന്ന കമ്പനിയുടെ ഒരു പ്രോബ് ഇപ്പോൾ സ്പേസിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏലിയൻ ഫസ്റ്റ് സിനിമയുടെ അവസാനം പൊട്ടിത്തെറിച്ച നോസ്ട്രാമോ എന്ന സ്പേസ് ഷിപ്പിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലേക്കാണ് ആ പ്രോബ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ചില സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യുകയാണ് ഈ യാത്രയുടെ ലക്ഷ്യം. അവിടെ നിന്നും ഒരു വലിയ കൊക്കൂൺ കളക്ട് ചെയ്തതിനു ശേഷം അത് പ്രോബിലേക്ക് കയറ്റിയിട്ട് അവർ തിരിച്ചു പോരുകയാണ്. ആ കൊക്കൂണിനകത്ത് ആദ്യത്തെ ഏലിയൻ സിനിമയുടെ അവസാനം ചത്തുപോയ ആ ഏലിയൻ ആണ് ഉള്ളത്. കൊക്കൂൺ കട്ട് ചെയ്തതിനു ശേഷം ആ ഏലിയനെ എടുത്തിട്ട് അവർ അവിടുന്ന് പോകുകയാണ്. ഈ ഏലിയനെ വെച്ച് ചില പരീക്ഷണങ്ങളൊക്കെ നടത്തുകയാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ കുറെ മാസങ്ങൾ കഴിഞ്ഞു. ഇവളാണ് ഈ കഥയിലെ നായികയായ റെയിൻ. ഇവളുടെ അച്ഛനും അമ്മയും ഒക്കെ മരിച്ചുപോയി. ഇവൾക്ക് ആകെയുള്ളത് ആൻഡി എന്നു പേരുള്ള ഒരു ബ്രദറാണ്. പക്ഷെ ഇവനൊരു മനുഷ്യനല്ല, ഒരു സിന്തറ്റിക് റോബോട്ടാണ്. ഇവരിപ്പോൾ നിൽക്കുന്നത് LV-410 എന്നു പേരുള്ള ഒരു ഗ്രഹത്തിലാണ്. സൂര്യൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഏത് സമയവും ഇരുട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ യൂട്ടാണി എന്ന കമ്പനി ഈ ഗ്രഹത്തിൽ ഒരു കോളനി സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെയാണ് ഇവരെല്ലാവരും താമസിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് ഇവർ ജോലി ചെയ്യുന്നതും. ഇവിടെയുള്ള എല്ലാവരെയും അടിമകളായിട്ടാണ് ആ കമ്പനി കാണുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സമയവും ഇവർക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കണം. ഇവരുടെ ജോലി മൈനിങ് ആണ്. വളരെ വിഷമയമായിട്ടുള്ള പല സാധനങ്ങളും അവർ അവിടെ നിന്ന് കുഴിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് ദിവസം മൈനിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് ഇവിടെയുള്ള മനുഷ്യർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള അസുഖങ്ങൾ വന്നിട്ടാണ് റെയിനിന്റെ അച്ഛനും അമ്മയും ഒക്കെ മരിച്ചുപോയത്. യൂട്ടാണി കമ്പനിയുടെ റോബോട്ട് ആയിരുന്നു ഈ ആൻഡി. അവർ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം അവനെ ഡീകമ്മീഷൻ ചെയ്തതായിരുന്നു. എന്നാൽ റെയിനിന്റെ അച്ഛൻ അവനെ റിക്കവർ ചെയ്തെടുത്തു. അതിനുശേഷം പുതിയൊരു പ്രോഗ്രാം അവന്റെ ശരീരത്തിൽ ഇൻസ്റ്റാൾ ചെയ്തു. എന്ത് സംഭവിച്ചാലും റെയിനിനെ സഹായിക്കുക എന്നതായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഏത് സമയവും ഇവൻ റെയിനിന്റെ കൂടെ തന്നെ ഉണ്ടാവും. റെയിനിന്റെ കമ്പനിയുമായിട്ടുള്ള കോൺട്രാക്ട് ഏതാണ്ട് തീരാറായി നിൽക്കുവാണ്. ഇവളുടെ ഏറ്റവും വലിയ സ്വപ്നം യുവേഗ എന്ന ഗ്രഹത്തിലേക്ക് പോകാനാണ്. കാരണം അവിടെ സൂര്യനുണ്ട്. അവിടെ ഒരു പുതിയ ജീവിതം തുടങ്ങാനാണ് റെയിനും ആൻഡിയും ആഗ്രഹിക്കുന്നത്. തന്റെ കോൺട്രാക്റ്റിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ് റെയിൻ. സത്യത്തിൽ അവളുടെ കോൺട്രാക്ട് തീർന്നതാണ്. പക്ഷേ ആ ഓഫീസിലുള്ളയാൾ പറയുന്നത് സ്റ്റാഫ് കുറവായതിനാൽ അവളുടെ കോൺട്രാക്ട് കമ്പനി 5 വർഷത്തേക്ക് കൂടി നീട്ടി എന്നാണ്. അവൾക്ക് ഇനി അടുത്തെങ്ങും ആ ഗ്രഹത്തിലേക്ക് പോകാൻ സാധിക്കത്തില്ല. വളരെ നിരാശയോടെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് ആളുകൾ ചേർന്നിട്ട് ആൻഡിയെ ഉപദ്രവിക്കുന്ന കാഴ്ചയാണ് അവൾ കാണുന്നത്. അവനാണെങ്കിൽ താഴേക്ക് വീഴാൻ തുടങ്ങുകയാണ്. അവൾ വേഗം തന്നെ അവന്റെ അടുത്ത് ചെന്നിട്ട് ചെവിയുടെ ഭാഗത്തുള്ള ഒരു പോർട്ടിൽ ഡിവൈസ് ഇട്ട് തിരിച്ചിട്ട് അവനെ രക്ഷിച്ചെടുത്തു. ആ സമയത്താണ് അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയ ടൈലർ അവളെ വിളിക്കുന്നത്. നീ വേഗം എന്റെ വീട്ടിലേക്ക് വരണം, ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെയുണ്ട്, നമുക്ക് വളരെ അർജന്റ് ആയിട്ട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യണം എന്നാണ് അവൻ പറയുന്നത്. ആ കോൾ കട്ട് ചെയ്തതിന് ശേഷം അവൾ ആൻഡിയെയും കൂട്ടി അവന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവൾ അവിടെ എത്തുമ്പോൾ അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ കൂടിയിട്ടുണ്ട്. അവർ ഒരു കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. അത് പറയാനാണ് അവളെ അങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. യുവേഗ എന്ന് പറയുന്ന ഗ്രഹത്തിലേക്ക് പോകാനാണ് ഇവരുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ കമ്പനി അവരെ എല്ലാവരെയും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് നേരായ മാർഗത്തിൽ അങ്ങോട്ട് പോകാൻ ഒരു വഴിയുമില്ല. പക്ഷെ ഇപ്പോൾ അവർ അതിന് മറ്റൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. അവരിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 200 മൈൽ മുകളിലായിട്ട് ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്പേസ് ഷിപ്പ് ഉണ്ട്. ഈ യൂട്ടാണി എന്ന് പറയുന്ന കമ്പനിയുടെ സ്പേസ് ഷിപ്പ് ആണ് അതും. ആ സ്പേസ് ഷിപ്പ് സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് ക്രയോപോഡ്സ് ഉണ്ടെന്ന് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. യുവേഗ എന്ന് പറയുന്ന ഗ്രഹത്തിലേക്ക് പോകണമെങ്കിൽ ഈ ക്രയോപോഡ്സ് ആവശ്യമാണ്. കാരണം ഒരുപാട് വർഷങ്ങൾ നീളുന്ന യാത്രയാണ് അങ്ങോട്ടേക്കുള്ളത്. ആ സമയത്ത് ജീവൻ നിലനിർത്താൻ വേണ്ടി ഈ ക്രയോപാഡ്സ് ഉപയോഗിക്കണം. ആ സ്പേസ് ഷിപ്പിൽ കയറി ക്രയോപാഡ്സ് എടുത്താൽ അവർക്ക് ഈസി ആയിട്ട് യുവേഗ ഗ്രഹത്തിലോട്ട് പോകാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇവർക്ക് ആർക്കും ആ സ്പേസ് ഷിപ്പിന്റെ അകത്തേക്ക് കയറാൻ പറ്റത്തില്ല. അതിനൊരു ആക്സസ് വേണം. ആ ആക്സസ് കിട്ടാനാണ് അവർ റെയിനിനെ വിളിച്ചിരിക്കുന്നത്. അവരുടെ ബ്രദറായ ആൻഡി മുമ്പ് യൂട്ടാണി കമ്പനിയുടേതായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ സ്പേസ് ഷിപ്പിലേക്ക് ആൻഡിക്ക് ആക്സസ് കിട്ടും. അങ്ങനെ എല്ലാവർക്കും
എല്ലാവർക്കും അതിനകത്തേക്ക് കയറി ആ ക്രയോ പാർട്സ് അടിച്ചു മാറ്റാനും പറ്റും. അതിനു വേണ്ടിയിട്ടാണ് അവരെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. വളരെ അപകടകരമായ പരിപാടിയാണിത്. ക്രയോപോഡ്സ് കിട്ടിയാലും അവർക്ക് അവിടെ നിന്ന് പോകാൻ പറ്റുമോ എന്ന കാര്യത്തിലൊന്നും ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ ആദ്യം അതിന് സമ്മതിച്ചില്ലെങ്കിലും ടെയ്ലർ അവളെ കൺവിൻസ് ചെയ്തിട്ട് അവളെ കൊണ്ട് അതിനെ സമ്മതിപ്പിക്കുകയാണ്. അങ്ങനെ അവർ സ്പേസ് ഷിപ്പ് സെറ്റാക്കി അത് ഉപയോഗിച്ച് മുകളിലേക്ക് പോകാൻ തുടങ്ങി. അവരിപ്പോ നിൽക്കുന്ന ആ പ്ലാനറ്റ് ഉണ്ടല്ലോ, അതിന്റെ ചുറ്റും ആസ്ട്രോയിഡിന്റെ ഒരു വലയമുണ്ട്. അതിന്റെ അടുത്തുകൂടെയാണ് അവരിപ്പോൾ പോകുന്നത്. അവർക്കിപ്പോൾ കുറെ ദൂരെയുള്ള ഒരു സൂര്യനെയും കാണാൻ പറ്റും. യുവേഗ എന്ന് പറയുന്ന ആ ഗ്രഹത്തിലെ സൂര്യനാണത്. വളരെ അത്ഭുതത്തോടെ എല്ലാവരും അതിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. ഇവർ ഇതിനു മുമ്പ് സൂര്യനെ കണ്ടിട്ടേ ഇല്ലായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം അവർ ആ സ്പേസ് ഷിപ്പിന്റെ അടുത്തെത്തി. ആ സമയമാണ് അവർക്കൊരു അലേർട്ട് വരുന്നത്. ടെയ്ലർ സ്ക്രീനിൽ നോക്കുമ്പോൾ കാണുന്നത് 36 മണിക്കൂറിനുള്ളിൽ ആ സ്പേസ് സ്റ്റേഷൻ ആ ആസ്ട്രോയിഡ് ബെൽറ്റിലേക്ക് വീഴുമെന്നാണ്. അത് കാണുമ്പോൾ എല്ലാവർക്കും ടെൻഷൻ ആയെങ്കിലും ടെയ്ലർ പറയുന്നത് 36 മണിക്കൂർ ഇതിന് സമയം എടുക്കുമെങ്കിലും നമുക്ക് ആകെ 5 മണിക്കൂറിനുള്ളിൽ കാര്യം നടത്തി തിരിച്ചിറങ്ങാൻ പറ്റുമെന്നാണ്. അങ്ങനെ അവർ വേഗം തന്നെ ഡോക്കിംഗ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ആരംഭിച്ചു. 3 പേരാണ് ഇപ്പോൾ ആ സ്പേസ് സ്റ്റേഷന്റെ അകത്തേക്ക് ആ ക്രയോപോഡ്സ് എടുക്കാൻ പോകുന്നത്. ടെയ്ലറും അവന്റെ കസിനായ ബിയോണും പിന്നെ ആൻഡിയും. ആൻഡിക്ക് മാത്രമാണ് ആക്സസ് ഉള്ളത്. ഡോക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ആൻഡി അവന്റെ ആക്സസ് ഉപയോഗിച്ചിട്ട് ആ സ്പേസ് ഷിപ്പിന്റെ ഡോർ ഓപ്പൺ ആക്കുകയാണ്. അതിനുശേഷം അവർ അതിന്റെ അകത്തേക്ക് കയറാൻ തുടങ്ങി. പക്ഷേ അതിന്റെ അകത്തെത്തി കഴിയുമ്പോഴാണ് അവർക്ക് മറ്റൊരു പ്രശ്നം നേരിടേണ്ടി വരുന്നത്. ആ സ്പേസ് ഷിപ്പ് ഇപ്പോൾ ആക്റ്റീവ് അല്ലെങ്കിലും അതിലെ ഗ്രാവിറ്റി ജനറേറ്റേഴ്സ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില സമയത്ത് അതിൽ ഗ്രാവിറ്റി ഉണ്ടാകും, എന്നാൽ പെട്ടെന്ന് തന്നെ ആ ഗ്രാവിറ്റി പോവുകയും ചെയ്യും. അതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് അവർ അതിനകത്തേക്ക് കയറുന്നത്. അങ്ങനെ ആ സ്പേസ് ഷിപ്പിന്റെ ഉള്ളിലെത്തിയതിനു ശേഷം ആ ക്രയോപോഡ്സ് എവിടെയാണെന്ന് പരിശോധിക്കാൻ തുടങ്ങി. കുറച്ചു സമയം അന്വേഷിച്ചതിനു ശേഷം അവർ അത് കണ്ടെത്തുകയും ചെയ്തു. ടെയ്ലർ ആ ക്രയോപോഡ്സ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോഴാണ് മറ്റൊരു പ്രശ്നം കാണുന്നത്. ക്രയോപോഡ്സിന് ആവശ്യത്തിന് ഫ്യൂവൽ ഇല്ല. പക്ഷെ അത് വലിയ പ്രശ്നമില്ല എന്നാണ് അവൻ പറയുന്നത്. കാരണം ഈ സ്പേസ് ഷിപ്പിന് ഉള്ളിൽ തന്നെ ഈ ക്രയോപോഡ്സിന് വേണ്ട ഫ്യൂവൽ ഉണ്ടാകും. ഇതിനകത്ത് തന്നെ ഒന്ന് അന്വേഷിച്ചാൽ തന്നെ നമുക്കത് കണ്ടെത്താനാവും. ഇനി എത്രയും വേഗം ക്രയോപോഡ്സ് ഒക്കെ നമ്മുടെ സ്പേസ് ഷിപ്പിനകത്തേക്ക് കയറ്റണം. അങ്ങനെ ആ ക്രയോപോഡ്സ് ഒക്കെ അവർ അവരുടെ ഷിപ്പിലേക്ക് മാറ്റാൻ തുടങ്ങി. അവർ വന്ന ഷിപ്പിൽ ഇപ്പോൾ 3 പേരാണ് ഉള്ളത്. റെയിൻ, നൊവാറോ, പിന്നെയുള്ളത് കെ. നൊവാറോ ആണ് അവരുടെ സ്പേസ് ഷിപ്പിനെ നിയന്ത്രിക്കുന്നത്. അവൾ വേഗം ആ പോഡ്സ് ഒക്കെ അവരുടെ സ്പേസ് ഷിപ്പിനകത്തേക്ക് ആക്കുകയാണ്. ഈ സമയത്ത് കെ ഛർദ്ദിക്കാൻ തുടങ്ങുന്നു. ഇത് കാണുമ്പോൾ നിനക്ക് എന്താണ് പറ്റിയതെന്ന് റെയിൻ ചോദിക്കുന്നു. അപ്പോഴാണ് അവൾ ആ സത്യം വെളിപ്പെടുത്തുന്നത്. അവൾ പ്രഗ്നന്റ് ആണ്. പക്ഷെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണ് എന്ന കാര്യമൊന്നും അവൾ പറയാൻ തയ്യാറല്ല. അവൾ ഒരൊറ്റ കാര്യമേ റെയിനിനോട് ആവശ്യപ്പെടുന്നുള്ളൂ. ടെയ്ലർ അവളുടെ ബ്രദർ ആണ്. ഒരു കാരണവശാലും അവൻ ഈ കാര്യം അറിയരുത്. റെയിൻ അതിന് ഓക്കെ പറയുന്നു. ഇതേ സമയം ടെയ്ലറും ബിയോണും ആൻഡിയും ആ സ്പേസ് സ്റ്റേഷന്റെ അകത്തുകൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഒരു അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ട്. അത് ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്റ്റേഷന്റെ പേര് റിനേസൻസ് എന്നാണ്. മനുഷ്യരാശിയുടെ സ്പേസിലുള്ള നിലനിൽപ്പിന് വേണ്ടിയുള്ള റിസർച്ചും കാര്യങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് നടക്കുന്നത്. ഈ സ്പേസ് ഷിപ്പിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗത്തിന്റെ പേര് റോമുലസ് എന്നും മറ്റേ ഭാഗത്തിന്റെ പേര് റീമസ് എന്നുമാണ്. ഈ അനൗൺസ്മെന്റ് കേട്ടുകൊണ്ട് അവർ മുമ്പോട്ട് നടക്കുകയാണ്. ഈ ബിയോണിനെ ആൻഡിയെ തീരെ ഇഷ്ടമല്ല. അതിനൊരു കാരണവുമുണ്ട്. ബിയോണിന്റെ പാരന്റ്സ് മൈനിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു അപകടമുണ്ടായി. ആ സമയം കമ്പനിയുടെ ഒരു റോബോട്ട് ആ മൈൻ അങ്ങ് അടച്ചു കളഞ്ഞു. അങ്ങനെയാണ് അവന്റെ പാരന്റ്സ് കൊല്ലപ്പെട്ടത്. ഇത് കാരണം ആൻഡിയെ പോലെയുള്ള സിന്തറ്റിക് റോബോട്ടുകളോടെല്ലാം അവന് വിരോധമാണ്. അതുകൊണ്ട് തന്നെ അവസരം കിട്ടുമ്പോഴൊക്കെ അവൻ ആൻഡിയെ അധിക്ഷേപിക്കാറുമുണ്ട്. ഈ സമയത്ത് അവൻ ആൻഡിയുടെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്: അവരെല്ലാവരും യുവേഗ എന്ന് പറയുന്ന ഗ്രഹത്തിലേക്കാണല്ലോ പോകാൻ ശ്രമിക്കുന്നത്. പക്ഷേ അവിടേക്ക് ആൻഡിയെ പോലെയുള്ള റോബോട്ടുകളെ ഒന്നും കയറ്റത്തില്ല. ഈ കാര്യമാണ് ബിയോൺ അവന്റെ അടുത്ത് പറയുന്നത്. ഈ കാര്യം റെയിനിനും അറിയാം. എങ്കിലും അവൾ ഇതുവരെ ആൻഡിയുടെ അടുത്ത് ഇതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇക്കാര്യം കേട്ടപ്പോൾ അവൻ വിഷമിച്ചു നിൽക്കുകയാണ്. റെയിനിനൊപ്പം ആ ഗ്രഹത്തിലോട്ട് പോകണം എന്നായിരുന്നു അവന്റെയും ആഗ്രഹം. അവർ ഈ പറയുന്നതൊക്കെ ആ ഷിപ്പിൽ ഇരുന്നിട്ട് റെയിനും മറ്റുള്ളവരും കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ടെയ്ലറും സംഘവും നടന്ന് ഒരു ഹാളിന്റെ അകത്തെത്തി. പിന്നെ അവർ അവിടെയൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. ഈ സമയം ബിയോണിന് അവിടെ നിന്നൊരു ഷോക്ക് അടിപ്പിക്കുന്ന സാധനം കിട്ടുന്നുണ്ട്. അപ്പോഴാണ് അവർ മറ്റൊരു കാഴ്ച കാണുന്നത്. അതും ഒരു സിന്തറ്റിക് റോബോട്ട് തന്നെയാണ്. പക്ഷേ അതിന്റെ പകുതി ഭാഗം മാത്രമേ അവിടെയുള്ളൂ. മാത്രമല്ല അതിപ്പോ വർക്കിംഗുമല്ല. ഒറ്റ നോട്ടത്തിൽ എന്തോ ഒരു കെമിക്കൽ അതിന്റെ ദേഹത്തേക്ക് വന്ന് വീണത് പോലെയാണ് അവർക്ക് തോന്നുന്നത്. അങ്ങനെ അവിടെയൊക്കെ നോക്കിയതിനു ശേഷം ക്രയോപോഡിന്റെ ഫ്യൂവൽ അവിടെ ഇല്ല എന്ന് മനസ്സിലാകുമ്പോൾ അവർ വേഗം ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു കഴിയുമ്പോൾ അവർ മറ്റൊരു റൂമിന്റെ മുന്നിലെത്തുകയാണ്. അതിനകത്താണ് ആ ഫ്യൂവലൊക്കെ ഇരിക്കുന്നത്. അവർ അത് തുറന്നിട്ട് അതിനകത്തേക്ക് നടക്കാൻ തുടങ്ങി. അവിടെ മൊത്തം കൂളന്റ് നിറഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്ന് അവർ ആ ഫ്യൂവൽ ഒക്കെ എടുക്കാൻ തുടങ്ങി. എന്നാൽ അതിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ
പെട്ടെന്ന് അവിടെ ഒരു അലാറം മുഴങ്ങുകയാണ്. അതോടൊപ്പം തന്നെ അതിന്റെ ഡോർ ക്ലോസ് ആയി പോകുന്നു. ഈ സമയം ആൻഡി വേഗം ചെന്നിട്ട് ആ ഡോർ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ഡോർ തുറക്കാനുള്ള ആക്സസ് അവന് ഉണ്ടായിരുന്നില്ല. അത് തുറക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേഷന്റെ സയൻസ് ഓഫീസർ വരണം. ഈ സയൻസ് ഓഫീസറാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഡെഡായി കിടക്കുന്ന റോബോട്ട്. അവർ ആ റൂമിൽ പെട്ടുപോയത് സ്പേസ് ഷിപ്പിൽ ഇരുന്നിട്ട് റെയിനും കൂട്ടരും ഒക്കെ കാണുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ ആ ഡോർ തുറന്നു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ വേഗം ആ സ്പേസ് സ്റ്റേഷന്റെ അകത്തേക്ക് കയറുകയാണ്. അങ്ങനെ അവർ നിശ്ചലമായി കിടക്കുന്ന ആ റോബോട്ടിന്റെ അടുത്തേക്ക് എത്തി. ആ വാതിൽ തുറക്കാൻ ആൻഡിക്ക് മാത്രമേ സാധിക്കൂ. പക്ഷെ ആക്സസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പൊ അവന് അത് സാധിക്കുന്നില്ല. പക്ഷെ അവിടെ കിടക്കുന്ന ആ റോബോട്ടിന്റെ ചിപ്പ് എടുത്തിട്ട് ആൻഡിയുടെ ശരീരത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവന് ആ സയൻസ് ഓഫറുടെ ആക്സസും കിട്ടും. അങ്ങനെ അവന് ആ ഡോർ തുറക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ റെയിൻ ഇപ്പോൾ ആ ചിപ്പ് എടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയം ആൻഡി ആ റൂമിന്റെ അകത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുറെ ഏലിയൻസിനെ കൂടുകളിലാക്കി വച്ചിട്ടുണ്ട്. എന്നാൽ അവറ്റകളൊക്കെ നല്ല ഉറക്കമായിരുന്നു. ഏലിയൻസിന്റെ ഈ രൂപത്തിനെ പറയുന്നത് പാരസൈറ്റ്സ് എന്നാണ്. ഇപ്പോൾ ആ റൂമിലെ ഫങ്ഷൻസ് ഒക്കെ നശിച്ചപ്പോൾ അവറ്റകളൊക്കെ ഉറക്കത്തിൽ നിന്നും ഉണർന്നിട്ടുണ്ട്. ഇതേ സമയം റെയിൻ ആണെങ്കിൽ ആ റോബോട്ടിന്റെ ചിപ്പ് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നോവാറയ്ക്ക് അവിടെ നിന്നൊരു സാധനം കിട്ടുന്നു. അതൊരു എക്സ്റേ ടോർച്ചാണ്. അത് ശരീരത്തിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഉൾഭാഗം മൊത്തത്തിൽ കാണാൻ സാധിക്കും. അത് നല്ലൊരു സാധനമായി തോന്നിയത് കൊണ്ട് അവൾ അപ്പോൾ തന്നെ അതെടുത്ത് പോക്കറ്റിലേക്ക് ഇടുകയാണ്. റെയിൻ ആണെന്നുണ്ടെങ്കിൽ ഈ സമയവും ആ ചിപ്പ് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ആ റോബോട്ടിന് ജീവൻ വരുന്നത്. അത് കണ്ട നൊവാറ അങ്ങോട്ട് വന്നിട്ട് വേഗം അതിന്റെ ചിപ്പ് ഊരിയെടുക്കുകയാണ്. അതോടെ ആ റോബോട്ട് ഓഫായി പോവുകയാണ്. അങ്ങനെ റെയിനും അവളും കൂടെ ടൈലറിന്റെയും സംഘത്തിന്റെയും അടുത്തെത്തി. അപ്പോഴേക്കും അവർ ആ ഫ്യൂവലൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. റെയിൻ ആ ചിപ്പ് എടുത്തിട്ട് ടൈലറിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. അവനാണെങ്കിൽ അപ്പോൾ തന്നെ അത് ആൻഡിയുടെ ശരീരത്തിൽ ഫിറ്റ് ചെയ്യുന്നു. പക്ഷേ ആ ചിപ്പ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡിക്ക് ഒന്ന് റീസെറ്റ് ആയിട്ട് വരാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ആ ചിപ്പ് ഘടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആൻഡി അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. പെട്ടെന്നാണ് ആ പാരസൈറ്റ്സ് ഒക്കെ അതിന്റെ ആ കൂടും പൊളിച്ചിട്ട് വെള്ളത്തിലേക്ക് ചാടുന്നത്. അതിനുശേഷം വെള്ളത്തിന്റെ അടിയിലൂടെ വന്നിട്ട് അവരെ ആക്രമിക്കാൻ തുടങ്ങി. അത് ആദ്യം ചെന്ന് പിടിക്കുന്നത് ബിയോണിനെയാണ്. പക്ഷെ ബിയോൺ അവന്റെ കയ്യിലുള്ള ഷോക്ക് അടുപ്പിക്കുന്ന സാധനം വെച്ചിട്ട് അതിനെ തെറിപ്പിച്ച് കളയുന്നു. എന്നാൽ ബാക്കിയുള്ള പാരസൈറ്റ്സ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരെണ്ണം ടൈലറിന്റെ മുഖത്തേക്ക് ചാടി പിടിക്കുന്നത്. അത് അവന്റെ ശരീരത്തിലേക്ക് അതിന്റെ മുട്ട ഇടാൻ തുടങ്ങുകയായിരുന്നു. എന്നാൽ ഈ സമയം ബിയോൺ അതിനെ ഷോക്ക് അടുപ്പിച്ചു. അതോടൊപ്പം തന്നെ ടൈലർ താഴേക്ക് വീഴുകയാണ്. പെട്ടെന്നാണ് മറ്റൊരു പാരസൈറ്റ് അങ്ങോട്ട് വന്നിട്ട് ടൈലറിന്റെ ദേഹത്തേക്ക് ചാടുന്നത്. എന്നാൽ അപ്പോഴേക്കും ആൻഡി റീസെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് തന്നെ അതിനെ പിടിച്ചിട്ട് ഒറ്റ ഏറ് കൊടുത്തു. ഇനിയിപ്പോ ഇതിനകത്ത് നിന്നാൽ പ്രശ്നമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. എത്രയും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങണം. ആൻഡി വേഗം ആ വാതിൽ തുറന്നു. അവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം അവർ വാതിലടക്കുന്നു. എന്നാൽ ആ ജീവികളെല്ലാം ആ വാതിലും തകർത്തിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങി. അതിലൊരു ജീവി നേരെ ചാടി പിടിക്കുന്നത് നൊവാറയുടെ മുഖത്താണ്. അതിന്റെ ആക്രമണത്തിൽ അവൾ ബോധം കെട്ട് താഴേക്ക് വീണു. അത് കണ്ട ബാക്കിയുള്ളവർ ആ ജീവിയെ അവരുടെ മുഖത്ത് നിന്ന് എടുക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ആ ജീവിയാണെങ്കിൽ അതിന്റെ വാല് അവരുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ അതിനെ പിടിച്ച് വലിക്കാൻ ശ്രമിക്കരുത്, അത് അവളെ കൊല്ലത്തേയുള്ളൂ എന്ന് പറഞ്ഞിട്ട് റെയിൻ അവരെ എല്ലാവരെയും പിടിച്ചു മാറ്റുകയാണ്. ഈ സമയത്താണ് ആൻഡി അവരോട് സംസാരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അവൻ പഴയ ആൻഡി ആയിട്ടല്ല സംസാരിക്കുന്നത്. അവന്റെ ശരീരത്തിൽ ആ സയൻസ് ഓഫീസറുടെ ചിപ്പാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കമ്പനിയുടെ ആളായിട്ടാണ് അവൻ സംസാരിക്കുന്നത്. അവൻ പറയുന്നത് ആ ജീവി ഇപ്പോൾ അവളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി അവളുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയത്തില്ല. നിങ്ങൾ അതിനെ അവിടെ നിന്ന് വേർപെടുത്താൻ ശ്രമിച്ചാൽ അത് അവളെ കൊല്ലത്തേ ഉള്ളൂ. അതെല്ലാം കേട്ടപ്പോൾ അവളെ എങ്ങനെയാണ് രക്ഷിക്കാൻ പറ്റുക എന്ന് റൈൻ അവനോട് ചോദിക്കുകയാണ്. അപ്പോൾ ആൻഡി പറഞ്ഞു, അത് എനിക്കറിയത്തില്ല, പക്ഷെ ഈ റൂമിലുള്ള മറ്റൊരാൾക്ക് അതറിയാം. അത് ആ സയൻസ് ഓഫീസറാണ്. നമുക്ക് ആ റോബോട്ടിനെ ഓൺ ആക്കണം. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ആ സയൻസ് ഓഫീസറെ ഓൺ ആക്കുകയാണ്. അങ്ങനെ അയാൾ കണ്ണു തുറക്കുമ്പോൾ അവർ അയാളുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുകയാണ്. എങ്ങനെയാണ് ഇവളെ രക്ഷിക്കാൻ സാധിക്കുക എന്നാണ് അവർക്ക് അറിയേണ്ടത്. അത് കേൾക്കുമ്പോൾ അയാൾ പറയുന്നത്, നിങ്ങൾക്ക് ഒരിക്കലും അവളെ രക്ഷിക്കാൻ സാധിക്കത്തില്ല. അവളോട് നിങ്ങൾക്ക് ദയയുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അവളെ കൊന്നു കളഞ്ഞേക്കുക. എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും മരിക്കും. ആ ജീവി ഇപ്പോൾ അവളുടെ ശരീരത്തിലേക്ക് അതിന്റെ മുട്ട നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവളുടെ DNA-യുമായിട്ട് കൂടിച്ചേർന്ന് പെട്ടെന്ന് വളരും. എന്നിട്ട് മണിക്കൂറുകൾ കൊണ്ട് അത് പുറത്തേക്ക് വരും. അങ്ങനെ അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. അത് കേൾക്കുമ്പോൾ എന്താണ് പുറത്തേക്ക് വരാൻ പോകുന്നതെന്ന് ആലോചിച്ച് അവർക്ക് സംശയമായി. ഈ സമയം അയാൾ മുകളിലേക്ക് നോക്കി. അവർ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു ചത്ത ഏലിയനെയാണ് കാണാൻ സാധിച്ചത്. അയാൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ആ ഏലിയന്റെ പേര് സെനോമോർഫ് എന്നാണ്. 20 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ തന്നെ പേടകത്തിലെ ആളുകളായിരുന്നു ഇതിനെ ആദ്യമായിട്ട് കണ്ടെത്തിയത്. അന്ന് ആ ക്രൂവിൽ 7 പേരുണ്ടായിരുന്നു. അതിൽ 6 പേരെയും ആ ജീവി കൊന്നുകളഞ്ഞു. ബാക്കിയായ ഒരാൾ ആ സ്പേസ് ഷിപ്പിനെ ബ്ലാസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷം ഈ ജീവിക്ക് വേണ്ടിയുള്ള തിരച്ചിലിലായിരുന്നു ഞങ്ങൾ.
അങ്ങനെ 170 ദിവസങ്ങൾക്ക് മുമ്പ് ആ തകർന്ന സ്പേസ് ഷിപ്പിൽ നിന്ന് ഈ ജീവിയെ കണ്ടെത്തി. അതിനുശേഷം അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആ ജീവി ചത്തുപോയെന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഓക്സിജനോ ഭക്ഷണമോ ഇല്ലെങ്കിലും ഈ ജീവിക്ക് നിലനിൽക്കാൻ സാധിക്കും. കാരണം ഈ ജീവി ഒരു പെർഫെക്റ്റ് ഓർഗാനിസം ആണ്. അങ്ങനെ സെനോമോർഫിന് ബോധം വന്നപ്പോൾ അത് ഈ സ്പേസ് സ്റ്റേഷൻ മൊത്തം നശിപ്പിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ സെക്യൂരിറ്റി ഓഫീസേഴ്സ് വളരെ കഷ്ടപ്പെട്ടാണ് ഇതിനെ വെടിവെച്ച് കൊന്നുകളഞ്ഞത്. ഇതിന്റെ ശരീരത്തിനകത്ത് മൊത്തം ആസിഡ് ആണ്. അതുകൊണ്ട് അത് എവിടെ വീണ് കഴിഞ്ഞാലും ആ ഭാഗം മൊത്തം നശിച്ചു പോകും. നിങ്ങൾ ആ വലിയ തുള കണ്ടോ? അതിന്റെ ശരീരത്തിലെ ആസിഡ് പോലുള്ള ബ്ലഡ് വീണാണ് അവിടെ തുളയുണ്ടായത്. അപ്പോൾ റെയിൻ ചോദിക്കുന്നു, പക്ഷേ ഇവരുടെ ശരീരത്തിൽ നിന്നും ആ പാരസിറ്റിനെ ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ആ ക്രയോപോഡിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ വെച്ചിട്ട് ഇതിനെ തണുപ്പിച്ചാലോ? അങ്ങനെ ചെയ്യുമ്പോൾ ആ ജീവി ഇവളെ വിട്ടു പോകില്ലേ? അത് നല്ലൊരു ഐഡിയ ആണെന്ന് എല്ലാവർക്കും തോന്നി. അങ്ങനെ അവർ ആ ക്രയോപോഡിന്റെ ഫ്യൂവൽ എടുത്ത് ആ ജീവിയുടെ ദേഹത്തേക്ക് അടിക്കാൻ തുടങ്ങി. അങ്ങനെ ശരീരം മൊത്തം തണുക്കുമ്പോൾ ആ ജീവി അവളെ വിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അങ്ങനെ ആ ജീവി പോയി കഴിഞ്ഞപ്പോൾ നൊവാറയ്ക്ക് ബോധം വന്നു. അവൾക്കിപ്പോ വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഈ സമയം ആ റോബോട്ട് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ഇവൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നും കാണില്ലായിരിക്കാം, പക്ഷേ ആ ജീവി അതിന്റെ പണി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ ആയിരിക്കും സംഭവിക്കുക. അതിനുശേഷം ആന്റിയെ അടുത്തേക്ക് വിളിച്ചിട്ട് അയാൾ മറ്റൊരു കാര്യം പറഞ്ഞു. ഈ മനുഷ്യർ ഒരുപാട് ഇമോഷൻസ് കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവർ അവളെ രക്ഷിക്കാനേ ശ്രമിക്കത്തുള്ളൂ. അങ്ങനെ സംഭവിച്ചാൽ എല്ലാവർക്കും അത് അപകടമാണ്. അതുകൊണ്ട് നീ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും വേണം ചെയ്യാൻ. ഈ സമയം ബാക്കിയുള്ളവർ നൊവാറയെയും കൂട്ടി അവരുടെ സ്പേസ് ഷിപ്പിലേക്ക് നടക്കുകയാണ്. എന്നാൽ ആന്റി അതിന് സമ്മതിക്കുന്നില്ല. അവൻ പറയുന്നത് ഇവൾ ഉള്ളത് കൊണ്ട് എല്ലാവരുടെയും ജീവൻ അപകടത്തിലാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവളെ ആ ഷിപ്പിലേക്ക് കയറ്റാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നാണ്. തന്റെ ഫ്രണ്ടിനെ കൊലക്ക് കൊടുക്കാൻ പറയുന്നത് കേൾക്കുമ്പോൾ ബിയോണിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അവൻ അവന്റെ കയ്യിൽ ആ വടി വെച്ചിട്ട് ആന്റിയെ ഇടിച്ച് തെറിപ്പിച്ച് കളയുകയാണ്. അതിനുശേഷം അവൻ നൊവാറയെ കൊണ്ട് അവരുടെ സ്പേസ് ഷിപ്പിലേക്ക് നടക്കുകയാണ്. ഈ സമയം റെയിൻ വേഗം ചെന്നിട്ട് ആന്റിയെ റീസെറ്റ് ചെയ്യുന്നു. പിന്നെ അവനോട് ചോദിച്ചു, നീ എന്താണ് കാണിക്കുന്നത്? നീ എന്തിനാണ് അവരെ തടയാൻ ശ്രമിക്കുന്നത്? അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ വേഗം അവരുടെ പിറകെ ഓടുകയാണ്. എന്നാൽ അവൻ അവരുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ബിയോൺ നൊവാറയും കൊണ്ട് അവരുടെ സ്പേസ് ഷിപ്പിനകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ സ്പേസ് ഷിപ്പ് അൺഡോക്ക് ചെയ്തിട്ട് അവർ അവിടെ നിന്ന് പോവുകയാണ്. ബാക്കിയുള്ളവർ ആ സ്പേസ് സ്റ്റേഷന്റെ അകത്ത് പെട്ടുപോവുകയും ചെയ്തു. എന്താണ് ഇത് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി അവർക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇതേ സമയം നൊവാറോ നേരെ ചെല്ലുന്നത് കോക്പിറ്റിലേക്കാണ്. വേഗം തന്നെ അവിടുന്ന് സ്ഥലം വിടാനാണ് അവർ ശ്രമിക്കുന്നത്. അതിനിടയിൽ കെയും അങ്ങോട്ട് വരുന്നു. പെട്ടെന്നാണ് നൊവാറോയ്ക്ക് നെഞ്ചുവേദന എടുക്കാൻ തുടങ്ങുന്നത്. അവൾ തന്റെ കയ്യിലുള്ള എക്സ്റേ ടോർച്ച് ഉപയോഗിച്ച് അവളുടെ നെഞ്ചിലേക്ക് അടിച്ചു. അവളുടെ ശരീരത്തിനുള്ളിൽ ആ ജീവി വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോ പുറത്തേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ശരീരം കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. വായിൽ നിന്ന് നുരയും പതയും ഒക്കെ വരുന്നു. അതിനിടയിൽ അവളുടെ കാല് തട്ടി ആ സ്പേസ് ഷിപ്പ് ആക്സിലറേറ്റ് ആകുകയാണ്. അതിപ്പോൾ വളരെ വേഗത്തിൽ മറ്റേ സ്പേസ് സ്റ്റേഷന്റെ നേരെ പോകുകയാണ്. ഇതൊക്കെ കണ്ട് കെ ഒന്നും മനസ്സിലാവാതെ അവിടെ ഇരിക്കുകയാണ്. പെട്ടെന്ന് നൊവാറയുടെ നെഞ്ച് മൊത്തം കീറിപ്പോകാൻ തുടങ്ങി. ഇത് കണ്ട് കെ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. അതോടൊപ്പം അവളുടെ ബോധവും പോകുന്നു. ഈ സമയം ബിയോൺ അങ്ങോട്ട് വന്നു. ആ കാഴ്ച അവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അവളുടെ ശരീരത്തിൽ നിന്നും സെനോമോർഫ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ആ സ്പേസ് ഷിപ്പ് ആ സ്പേസ് സ്റ്റേഷന്റെ റോമുലസ് എന്ന ഭാഗത്ത് ചെന്ന് ഇടിക്കുകയാണ്. ഈ ഇടിയുടെ ആഘാതത്തിൽ ആ സ്പേസ് സ്റ്റേഷന്റെ സഞ്ചാരപഥത്തിൽ മാറ്റം വന്നിരിക്കുകയാണ്. നേരത്തെ 36 മണിക്കൂറിനുള്ളിൽ സ്പേസ് സ്റ്റേഷൻ ആ ആസ്ട്രോയിഡ് ബെൽറ്റിലേക്ക് ചെന്ന് ഇടിക്കുമെന്നായിരുന്നല്ലോ കരുതിയിരുന്നത്. എന്നാൽ അതിപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ ചെന്ന് ഇടിക്കും എന്നാണ് അതിലെ കമ്പ്യൂട്ടർ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സ്പേസ് സ്റ്റേഷൻ ഇപ്പോൾ ആസ്ട്രോയിഡ് ബെൽറ്റിലേക്ക് പതിയെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം അവിടുന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ അവരും ആ സ്റ്റേഷൻ തകരുന്നതിനൊപ്പം മരിക്കും. ടെയ്ലറും സംഘവും എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിൽക്കുകയാണ്. റോമുലസിലെ ഹാങ്ങർ ബേയിലേക്കാണ് അവരുടെ സ്പേസ് ഷിപ്പ് ഇടിച്ചു കയറിയത്. അത് ഉപയോഗിച്ചിട്ട് മാത്രമേ അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ. അവർ വേഗം ഹാങ്ങർ ബേയിലേക്ക് നടക്കാൻ തുടങ്ങി. അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവരുടെ മുന്നിൽ ഒരു ഡോറ് കണ്ടു. അത് തുറക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പാരസൈറ്റ് അങ്ങോട്ട് ചാടി വീഴുകയാണ്. അവർ നോക്കുമ്പോൾ ആ റൂമിനകത്ത് മൊത്തം ആ ജീവികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്ക് ആ ഡോർ തുറക്കാൻ സാധിക്കില്ല. ഈ സമയത്താണ് ആന്റി അങ്ങോട്ട് വന്നിട്ട് അതിനൊരു വഴി പറഞ്ഞു കൊടുക്കുന്നത്. ഈ ജീവികൾക്കൊന്നും കണ്ണുകളില്ല. അവ മനുഷ്യരെ തിരിച്ചറിയുന്നത് മനുഷ്യരുടെ ശബ്ദം കൊണ്ടും അവരുടെ ബോഡി ടെമ്പറേച്ചർ കൊണ്ടുമാണ്. അതുകൊണ്ട് ആ റൂമിലെ ടെമ്പറേച്ചർ മനുഷ്യന്റെ ബോഡി ടെമ്പറേച്ചറിന്റെ അളവിലേക്ക് ഉയർത്താം. എന്നിട്ട് ശബ്ദം ഉണ്ടാക്കാതെ അതിലെ നടക്കണം. അങ്ങനെ അവർ ആ റൂമിലെ ടെമ്പറേച്ചർ ഉയർത്തിയിട്ട് പതുക്കെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ആ നടത്തത്തിനിടയിൽ അതിനകത്ത് മുമ്പ് ഈ ജീവികളുടെ ആക്രമണത്തിൽ മരിച്ചു കിടക്കുന്ന പല ആളുകളുടെയും ശരീരങ്ങൾ അവർ കാണുന്നുണ്ട്. വളരെ പേടിച്ചാണ് അവർ ആ ജീവികൾക്കിടയിലൂടെ നടക്കുന്നത്. ഇതേ സമയം മറ്റേ ഇടിച്ചു കയറിയ സ്പേസ് ഷിപ്പിനകത്ത് കെ പതുക്കെ മുന്നോട്ട് നടക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞ് ഒരിടത്ത് എത്തുമ്പോഴാണ് അവൾ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. നൊവാറയുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന ആ സെനോമോർഫ് ഒരു കൊക്കൂൺ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അതിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിലാണ് സെനോമോർഫ് വളരുന്നത്. അത് കണ്ട്
പേടിച്ചു നിൽക്കുമ്പോഴാണ് ബിയോൺ അങ്ങോട്ടേക്ക് വരുന്നത്. അവൻ തന്റെ കയ്യിലുള്ള ഷോക്ക് അടിപ്പിക്കുന്ന സാധനം ആ കൊക്കൂണിന്റെ അകത്തേക്കിട്ട് അതിനെ ഷോക്ക് അടിപ്പിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് നിന്ന് ആസിഡ് താഴേക്ക് വീഴുന്നത് കണ്ടു. ഇത് കണ്ട് ആ ജീവി ചത്തുപോയി എന്നാണ് അവൻ വിചാരിച്ചത്. എന്നാൽ അത് ചത്തിട്ടില്ലായിരുന്നു. പെട്ടെന്ന് അത് വാലിലെ കൊമ്പ് വെച്ചിട്ട് അവനെ തൂക്കിയെടുത്തു. അങ്ങനെ താഴെ വീണ അവന്റെ ദേഹത്തേക്ക് മുകളിൽ നിന്നും കുറെ ആസിഡ് വീഴുകയാണ്. അതിൽ കുറച്ച് ആസിഡ് അവന്റെ നെഞ്ചിലാണ് വീഴുന്നത്. നെഞ്ചിനുള്ളിലൂടെ തുള വീണ് അവൻ മരിക്കുകയാണ്. സെനോമോർഫ് പതുക്കെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഇതൊക്കെ കണ്ടു പേടിച്ച കെ അവിടെ നിന്ന് ഓടി നേരെ ചെന്ന് നിൽക്കുന്നത് ഒരു ഡോറിന്റെ മുമ്പിലാണ്. പക്ഷേ അത് തുറക്കാനുള്ള കീ അവളുടെ അടുത്തില്ല. അവൾ വേഗം ടൈലറിനെ വിളിച്ചു. ഈ സമയം ടൈലറും സംഘവും മറ്റേ ജീവികളുടെ നടുവിലാണ് നിൽക്കുന്നത്. അവൻ പതിയെ അവളുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ആ ഡോറിന്റെ അടുത്ത് ഒരു കീ ഉണ്ട്. അത് തപ്പിയെടുത്തിട്ട് ഡോർ തുറന്ന് വേഗം അവിടുന്ന് രക്ഷപ്പെടു എന്നാണ് അവൻ പറയുന്നത്. അപ്പോഴേക്കും സെനോമോർഫ് കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് അവൾക്ക് ആ കീ കണ്ടെത്താൻ സാധിച്ചു. അങ്ങനെ അവൾ ആ ഡോർ തുറന്ന് പുറത്തേക്ക് ഓടാൻ തുടങ്ങി. പക്ഷേ അപ്പുറത്തേക്ക് വഴിയില്ലായിരുന്നു. അവൾ കാല് തെറ്റി താഴേക്ക് വീഴുകയാണ്. അവൾ താഴേക്ക് വീണ ആ ശബ്ദം ടൈലറും കേൾക്കുന്നുണ്ട്. അതോടെ അവന് ടെൻഷൻ ആകുകയും അങ്ങനെ അവന്റെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ കൂടാനും തുടങ്ങുന്നു. അത് ആ പാരസൈറ്റുകൾക്ക് മനസ്സിലാകുന്നുണ്ട്. അവയെല്ലാം കൂടെ കൂട്ടത്തോടെ അവരുടെ പുറകെ ഓടുകയാണ്. ആ ജീവികൾ അവരെ പിടിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഒരു ഡോറിന്റെ അപ്പുറത്തേക്ക് കിടന്നു. ആ വാതിൽ അടക്കുകയും ചെയ്തു. അങ്ങനെ തൽക്കാലത്തേക്ക് അവർ രക്ഷപ്പെട്ടു. അരമണിക്കൂറിനുള്ളിൽ ആ സ്പേസ് സ്റ്റേഷൻ ആസ്ട്രോയിഡ് ബെൽറ്റിലേക്ക് ഇടിച്ചിറങ്ങും. അതിനു മുമ്പ് അവർക്ക് അവിടുന്ന് രക്ഷപ്പെടണം. ഇതേ സമയം കെ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ആ ജീവി പരിസരത്ത് തന്നെ ഉള്ളത് കൊണ്ട് ശബ്ദം ഉണ്ടാകാതെയാണ് അവൾ മുന്നോട്ട് നടക്കുന്നത്. അങ്ങനെ അവൾ ഒരു ഡോറിന്റെ അടുത്തെത്തുകയാണ്. പക്ഷേ അത് അവൾക്ക് തുറക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴേക്കും ബാക്കിയുള്ളവർ അങ്ങോട്ട് എത്തുന്നു. ആന്റിക്ക് മാത്രമേ ആ ഡോർ തുറക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ അവൻ നോക്കുമ്പോൾ കെയുടെ പുറകിലായിട്ട് ആ ജീവി നിൽക്കുന്നത് കാണുന്നു. ഇവര് ആ ഡോർ തുറക്കാൻ വേണ്ടിയാണ് ആ ജീവി വെയിറ്റ് ചെയ്യുന്നത്. ഇക്കാര്യം പക്ഷേ ആന്റിക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ എത്രയൊക്കെ പറഞ്ഞു നോക്കിയിട്ടും അവൻ ആ ഡോർ തുറക്കാൻ തയ്യാറായില്ല. അവർ ആ ഡോർ തുറക്കുന്നില്ല എന്ന് കാണുമ്പോൾ പെട്ടെന്ന് ആ ജീവി അങ്ങോട്ട് വന്നിട്ട് കെയെ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുകയാണ്. അതൊക്കെ കണ്ട് എല്ലാവരും ആകെ വിഷമത്തിൽ നിൽക്കുകയാണ്. അതിനുശേഷം ആന്റി അവരെയും വിളിച്ചുകൊണ്ട് അവിടെയുള്ള ഒരു ലാബിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ അവിടുത്തെ കമ്പ്യൂട്ടറിൽ നമ്മൾ നേരത്തെ കണ്ട ആ പകുതി ബോഡി മാത്രമുള്ള ആ റോബോട്ട് ഉണ്ടല്ലോ, ആ സയൻസ് ഓഫീസറിനെ അവർക്ക് ആ കമ്പ്യൂട്ടറിൽ കാണാം. അയാൾ തന്റെ പേര് പറഞ്ഞു. റൂക്ക് എന്നാണ് അയാളുടെ പേര്. അയാൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് വിശദീകരിച്ച് കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ മനുഷ്യർ നിർമ്മിച്ചിരിക്കുന്ന എല്ലാ കോളനികളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കോളനികളിൽ ജീവിക്കാൻ മനുഷ്യർ പ്രാപ്തരായിട്ടില്ല. അവർ വളരെ ദുർബലരാണ്. അതുകൊണ്ട് മനുഷ്യരെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ള റിസർച്ച് ഒക്കെ നടത്താൻ വേണ്ടിയാണ് ഈ സ്പേസ് സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ അതിനുവേണ്ടി ഒരു വഴി കണ്ടെത്തി. അതാണ് ആ സെനോമോർഫ് എന്ന പെർഫെക്റ്റ് ഓർഗാനിസം. ഞാൻ ആ ജീവികളുടെ DNA-യിൽ ബയോ എഞ്ചിനീയറിംഗ് നടത്തി ഒരു ഫ്ലൂയിഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കുത്തിവെച്ച് കഴിഞ്ഞാൽ പിന്നെ ആർക്കും മനുഷ്യരെ തോൽപ്പിക്കാൻ സാധിക്കില്ല. ഒരു എലിയിൽ ഞങ്ങളത് പരീക്ഷിച്ചതാണ്. പൂർവാധികം ശക്തിയോടെയാണ് അത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് അയാൾ ആ എലിയുടെ ഒരു വീഡിയോയും അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ താൻ ഉണ്ടാക്കിയ കുറച്ച് ഫ്ലൂയിഡ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് ഇതുവരെ ആയിട്ടും ആ കോളനിയിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ആന്റി എത്രയും പെട്ടെന്ന് ഇത് ആ കോളനിയിലേക്ക് എത്തിക്കണം എന്നാണ് റൂക്ക് പറയുന്നത്. ആ ചിപ്പ് മാറ്റിയത് കൊണ്ട് ആന്റി ഇപ്പോൾ ആ കമ്പനിക്ക് വേണ്ടിയിട്ടാണല്ലോ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ആ മിഷൻ അവൻ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ആ കോമ്പൗണ്ട് എടുത്തിട്ട് അവൻ നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ആ സ്ക്രീനിൽ അവർ ഒരു കാര്യം കാണുന്നത്. പുറത്ത് ആ ജീവി നിൽക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ആന്റി അവരോട് പറയുന്നു, ഇവിടെ തോക്കുകൾ ഇരിപ്പുണ്ട്, അത് എടുക്കുക. അങ്ങനെ ടൈലർ അവിടെ നിന്നുള്ള തോക്ക് എടുത്തിട്ട് അത് വെച്ച് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്ന് റെയിലിന് പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങുന്നു. ആ തോക്കിന് ഒരു എയിമിംഗ് അസിസ്റ്റ് ഉണ്ട്. ജീവനുള്ള വസ്തുക്കളെ ഒരു തവണ എയിം ചെയ്താൽ മതി. പിന്നെ അത് എങ്ങോട്ട് അനങ്ങിയാലും ആ ഡയറക്ഷനിൽ ആ തോക്ക് ഫയർ ചെയ്തോളും. ഇങ്ങനെയാണ് ആ തോക്കിന്റെ വർക്കിംഗ്. അപ്പോഴാണ് ആന്റി ഒരു കാര്യം പറയുന്നത്. നിങ്ങൾ ഒരിക്കലും ആ ജീവിയെ കാണുമ്പോൾ ഇത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യരുത്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഈ പേടകത്തിന്റെ ഏറ്റവും താഴത്തെ നിലയിലാണ്. ഇവിടെ വെച്ചിട്ട് ആ ജീവികളെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവയുടെ ബ്ലഡ് മൊത്തം താഴേക്ക് വീഴും. അതോടെ ആ ഭാഗം മൊത്തം ഉരുകി പോകും. അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ നേരെ സ്പേസിലേക്കാണ് വീഴുക. അതുകൊണ്ടാണ് ആ ജീവിയെ ഷൂട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞത്. പക്ഷേ ഇത് നിങ്ങൾ കയ്യിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ജീവി നമ്മുടെ അടുത്തേക്ക് വരികയില്ല. അങ്ങനെ ആന്റി അവരെയും കൊണ്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങുകയാണ്. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ഒരു കോറിഡോറിന്റെ മുന്നിലാണ് അവർ എത്തിച്ചേരുന്നത്. സെനോമോർഫിന്റെ അവശിഷ്ടങ്ങളാണ് അവിടെ മൊത്തം അവർ കണ്ടത്. അതുകൊണ്ട് അതിലെ പോകുന്നത് റിസ്ക് ആണെന്ന് മനസ്സിലാക്കി അവർ തിരിച്ചു നടക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്ത് അവർ ഒരു കരച്ചിൽ കേൾക്കുകയാണ്. അത് കെയുടെ ശബ്ദമായിരുന്നു. അപ്പോ അവൾ മരിച്ചിട്ടില്ല എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ വേഗം ആ ഏരിയയിലേക്ക് കടന്നിട്ട് കെ എവിടെയാണെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. ആ അവശിഷ്ടങ്ങൾക്കിടയിൽ വേറെയും കുറെ മനുഷ്യരെ കാണാമായിരുന്നു. അങ്ങനെ കുറച്ചു നേരം തിരഞ്ഞതിന് ശേഷം അവർ അവളെ കണ്ടെത്തി.
പറ്റി. എന്നാൽ ആ ഏലിയന്റെ കുത്തേറ്റത് കൊണ്ട് അവൾ നന്നായി തളർന്നിട്ടുണ്ടായിരുന്നു. അത് കാണുന്ന ആന്റി തന്റെ കയ്യിലുള്ള ആ സിറം എടുത്തിട്ട് അവർക്ക് കൊടുക്കുകയാണ്. ഇതൊന്ന് കുത്തിവെച്ച് നോക്ക്, എങ്ങാനും ഇവിടെ രക്ഷപ്പെട്ടാലോ എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ ആ സിറം എന്ത് തരത്തിലുള്ള എഫക്റ്റ് ഉണ്ടാക്കും എന്ന് ഉറപ്പില്ലാത്തതിനാൽ ഇപ്പോ അത് കുത്തിവെക്കണ്ട എന്നാണ് റെയിൻ പറയുന്നത്. നമുക്ക് എത്രയും വേഗം ഇവളെ ആ ക്രയോപോഡിന്റെ അകത്തേക്ക് കിടത്താം. അതിനകത്ത് ഇവൾക്ക് ജീവൻ നിലനിർത്താൻ വേണ്ട ലൈഫ് സപ്പോർട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് ഇവളെ നമ്മുടെ കോളനിയിലേക്ക് പറഞ്ഞു വിടാം. മറ്റുള്ളവർ അതിന് ഓക്കെ പറയുന്നു. ഈ സമയത്താണ് ആ സെനോമോർഫിന്റെ സൗണ്ട് അവർ കേൾക്കുന്നത്. അത് കേട്ട് പേടിച്ച അവർ മുന്നോട്ട് ഓടാൻ തുടങ്ങി. അങ്ങനെ അവർ ചെല്ലുന്നത് ഒരു റൂമിന്റെ അകത്തേക്കാണ്. പെട്ടെന്നാണ് ആ ഏലിയൻ അവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. അത് റെയിനിന് നേരെയാണ് വരുന്നത്. എന്നാൽ അപ്പോഴേക്കും ടൈലർ അവളുടെ മുന്നിലേക്ക് ചെന്ന് നിന്നു. സെനോമോർഫ് അതിന്റെ വാല് വെച്ച് അവനെ കൊളുത്തിയെടുക്കുകയാണ്. ഈ സമയം ആന്റി അവനെ രക്ഷിക്കാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് ഓടി വന്നെങ്കിലും സെനോമോർഫ് ആന്റിയെ ദൂരേക്ക് ഇടിച്ചു തെറിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ സെനോമോർഫ് ടൈലറിനെയും എടുത്തുകൊണ്ട് മുകളിലേക്ക് പോകാൻ തുടങ്ങി. മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അത് തന്റെ വായ തുറക്കുകയാണ്. അതിനകത്തു നിന്ന് മറ്റൊരു വായ തുറന്നു വന്നിട്ട് അവനെ കൊന്നുകളയുന്നു. ഇതൊക്കെ കണ്ട് താഴെ നിൽക്കുന്നവർ ഞെട്ടി വിറച്ചു നിൽക്കുകയാണ്. ഈ സമയം റെയിൻ നോക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് ആന്റി കിടക്കുന്നത് കാണുന്നു. അവനിപ്പോൾ വല്ലാതെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവന്റെ അടുത്തായിട്ട് മറ്റൊരു സെനോമോർഫ് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും മറ്റു പാരസൈറ്റുകൾ അങ്ങോട്ട് വരികയാണ്. പിന്നെ വേഗം അവിടെ നിന്ന് പോകാൻ തുടങ്ങി. അവൾ നേരെ ചെന്ന് ഒരു ലിഫ്റ്റിന്റെ അകത്തേക്കാണ് കയറുന്നത്. അങ്ങനെ കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോൾ റെയിൻ ആ ലിഫ്റ്റ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം കെയുടെ അടുത്ത് പറയുകയാണ്, ഈ ലിഫ്റ്റ് നേരെ പോകുന്നത് നമ്മുടെ ആ ഷിപ്പിന്റെ അടുത്തേക്കാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ മരുന്നും കൊണ്ട് നീ ഒരു ക്രയോപോഡിന്റെ അകത്തേക്ക് കയറണം. എന്നിട്ട് നമ്മുടെ ഷിപ്പിന്റെ ഓട്ടോ പൈലറ്റ് മോഡ് ഓൺ ആക്കിയിട്ട് വേഗം കോളനിയിലേക്ക് തിരിച്ചു പോകണം. ആന്റി അവിടെ കിടക്കുകയാണ്. എനിക്ക് അവനെ രക്ഷിച്ചേ പറ്റൂ. ഇത്രയും പറഞ്ഞതിന് ശേഷം റെയിൻ അവിടുത്തെ കോണിപ്പടി വഴി താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. അവൾക്കാണെങ്കിൽ ഇപ്പോഴും നല്ല വേദന എടുക്കുന്നുണ്ട്. അത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് കെ അതിലൊരു സിറം എടുത്തിട്ട് അവളുടെ ശരീരത്തിൽ തന്നെ കുത്തിവെക്കുകയാണ്. റെയിൻ ആന്റിയുടെ അടുത്തെത്തി. അവൾ അവന്റെ കഴുത്തിൽ നിന്ന് ആ ചിപ്പ് ഊരിയിട്ട് അവന്റെ പഴയ ചിപ്പ് തന്നെ അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ഇനിയിപ്പോ പണ്ടത്തേതുപോലെ അവൾ പറയുന്നത് മാത്രമേ അവൻ കേൾക്കുകയുള്ളൂ. പക്ഷെ അവനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് കഴിയുമ്പോൾ കുറെ സെനോമോർഫുകൾ അങ്ങോട്ട് വരാൻ തുടങ്ങി. അത് കണ്ട അവർ വേഗം അവിടെ നിന്ന് ഓടുകയാണ്. അങ്ങനെ കുറെ ഓടിയിട്ട് അവർ ഒരു ഡോറിന്റെ മുന്നിലാണ് എത്തി നിൽക്കുന്നത്. പക്ഷെ ആ ഡോർ തുറക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അവർക്ക് അതിന്റെ ആക്സസ് ഇല്ല. ഈ സമയം അവിടുത്തെ കമ്പ്യൂട്ടറിൽ റൂക്ക് വരുന്നുണ്ട്. ആന്റിയുടെ ആ ചിപ്പ് മാറ്റിയത് കൊണ്ട് ഇനി കമ്പനിയുടെ കൂടെ അവൻ നിൽക്കില്ല എന്ന കാര്യം റൂക്കിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾ അവർക്ക് ആ വാതിൽ തുറന്നു കൊടുക്കുന്നുമില്ല. ആ ദേഷ്യത്തിൽ അവൾ ആ കമ്പ്യൂട്ടർ മൊത്തം ഷൂട്ട് ചെയ്ത് നശിപ്പിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് കുറെ സെനോമോർഫുകൾ അങ്ങോട്ട് വരുന്നത്. അതിനിടയിലാണ് അവൾക്ക് ഒരു ഐഡിയ തോന്നുന്നത്. അവൾ അവിടുത്തെ ആ ഗ്രാവിറ്റി ജനറേറ്റർ ഓൺ ആക്കുകയാണ്. അതോടെ അവരും ആ ഏലിയൻസും ഇങ്ങനെ പറന്നു നടക്കാൻ തുടങ്ങി. ഇനി അവരെ ഷൂട്ട് ചെയ്യുകയാണെങ്കിലും ആ ആസിഡ് ഒരിക്കലും താഴേക്ക് വീഴില്ല. അതിങ്ങനെ അകത്ത് തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുകയുള്ളൂ. അങ്ങനെ അവൾ ആ തോക്ക് വെച്ചിട്ട് ആ സെനോമോർഫിനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ആ സെനോമോർഫുകളെ മുഴുവൻ അവൾ കൊന്നുകളയുകയാണ്. അവയുടെ ശരീരത്തിൽ നിന്നുള്ള ആസിഡ് അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും പതുക്കെ ആ ആസിഡിന്റെ ഇടയിലൂടെ മുന്നോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവിടുത്തെ ലിഫ്റ്റിന്റെ അകത്തേക്ക് കയറുമ്പോൾ പിന്നെയും സെനോമോർഫുകൾ അങ്ങോട്ട് വരുന്നത് കാണുന്നു. ആന്റി ആണെങ്കിൽ ആ തോക്ക് വെച്ചിട്ട് ആ സെനോമോർഫിനെയും കൊന്നുകളയുകയാണ്. ഈ സമയം ആകുമ്പോഴേക്കും ആ സ്പേസ് ഷിപ്പ് ആൻഡ്രോയിഡ് ബെൽറ്റിൽ ഇടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും റെയിൻ അവരുടെ ആ സ്പേസ് ഷിപ്പിലേക്ക് എത്തിയിരുന്നു. ഈ സമയം തീരെ വയ്യാത്ത അവസ്ഥയിൽ കെ അവിടെ കിടക്കുകയാണ്. അങ്ങനെ അവർ വേഗം അവരുടെ സ്പേസ് ഷിപ്പുമായിട്ട് ആ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങി. ഈ സമയം ആ സ്റ്റേഷൻ നേരെ ആസ്ട്രോയിഡ് ബെൽറ്റിലേക്ക് ഇടിച്ചിറങ്ങുകയാണ്. അങ്ങനെ റെയിൻ വേഗം കെയെ പൊക്കിയെടുത്ത് ഒരു ക്രയോപോഡിന്റെ അകത്തേക്ക് കയറ്റി. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് വല്ലാതെ വയറുവേദന എടുക്കാൻ തുടങ്ങി. റെയിൻ ചെന്ന് നോക്കുമ്പോൾ അവളുടെ വയർ വല്ലാതെ വീർത്തിരിക്കുന്നതാണ് കണ്ടത്. മാത്രമല്ല അതിനകത്ത് നിന്ന് കുഞ്ഞ് പുറത്തേക്ക് വരുന്നുമുണ്ട്. പക്ഷെ അതൊരു സാധാരണ മനുഷ്യ കുഞ്ഞല്ലായിരുന്നു. അവൾ ആ സിറം കുത്തിവെച്ചത് കൊണ്ട് അവളുടെ കുഞ്ഞും ആ സിനോമോർഫും തമ്മിൽ കൂടിച്ചേർന്നിട്ടുണ്ടായിരുന്നു. റെയിൻ അതിനെയും എടുത്തിട്ട് പുറത്തേക്ക് ഓടാൻ തുടങ്ങി. ഒരിടത്ത് എത്തുമ്പോൾ അത് അവളുടെ കയ്യിൽ നിന്ന് താഴേക്ക് വീണു. ആ വീണ ഭാഗം ഉരുകിയിട്ട് ആ ഫ്ലോറിന്റെ അടിയിലേക്ക് വീണു പോവുകയാണ്. റെയിൻ ആണെങ്കിൽ അതിനകത്തൊരു കുഞ്ഞിനെ കണ്ടത് കൊണ്ട് തന്നെ അതിനെ വിടാനും തോന്നുന്നില്ല. അവൾ ആ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങി. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച അവളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ആ കുഞ്ഞ് വളർന്നു വലുതായിട്ട് അവിടെ നിന്ന് പോയിട്ടുണ്ട്. അതിന്റെ വലിയ കാൽപ്പാടുകളാണ് അവൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. ഈ സമയം ആന്റി നേരെ ചെല്ലുന്നത് കെയുടെ അടുത്തേക്കാണ്. അവളാണെങ്കിൽ തീരെ വയ്യാതെ അവിടെ കിടക്കുകയാണ്. പെട്ടെന്ന് ആ കുഞ്ഞ് അങ്ങോട്ട് വന്നു. അതിന് ഒരു ഭീകരജീവിയുടെ രൂപമായിട്ടുണ്ടായിരുന്നു. ജനിച്ച മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അതിന് 8 അടിയോളം പൊക്കവും വെച്ചിട്ടുണ്ട്. അത് ആന്റിയെ ആക്രമിച്ച് അവനെ വെട്ടി താഴെ ഇടുകയാണ്. അതിനുശേഷം നേരെ ചെല്ലുന്നത് കെയും
കേയുടെ അടുത്തേക്കാണ്. കുറച്ചു നേരം മണുത്തു നോക്കിയിട്ട് അവളെ തിന്നാൻ നാക്ക് നീട്ടി. അപ്പോഴേക്കും റെയിൻ അങ്ങോട്ട് വന്നു. അപ്പോൾ അവൾ കാണുന്നത് ആ ജീവി കേയെ കൊല്ലുന്നതാണ്. അവളെ അവിടെ ഇട്ടതിന് ശേഷം ആ ജീവി ഇപ്പോൾ റെയിനിന് നേരെ തിരിഞ്ഞു. അവൾ വേഗം അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ഒരിടത്തെത്തിയപ്പോൾ അവിടെ ഒരു സ്പേസ് സ്യൂട്ട് കണ്ട് അതെടുത്ത് ഇടുകയാണ്. പിന്നെ അവൾ തന്റെ അരയിലായിട്ട് ഒരു കയറും കെട്ടി. ആ ജീവിയെ കൊല്ലണം എന്നുണ്ടെങ്കിൽ അവരിപ്പോൾ നിൽക്കുന്ന താഴത്തെ ഭാഗം ഇജക്ട് ചെയ്ത് കളയണം. അതിനാണിപ്പോൾ അവൾ ശ്രമിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് ആ ജീവി അവരുടെ അടുത്തേക്ക് വന്ന് ആക്രമിക്കാൻ തുടങ്ങി. കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം അവൾക്ക് ആ താഴത്തെ ഭാഗം ഇജക്ട് ചെയ്യാൻ സാധിച്ചു. ആ ജീവിയും അതോടൊപ്പം തന്നെ ആ ആസ്ട്രോയിഡ് ബെൽറ്റിലേക്ക് വീഴുകയാണ്. അവളുടെ ശരീരത്തിൽ ആ കയറ് കെട്ടിയത് കൊണ്ട് അവൾ ആ കയറിൽ തൂങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ആ സ്പേസ് ഷിപ്പിലേക്ക് പതുക്കെ പതുക്കെ അവൾ കയറുന്നു. ആ സ്പേസ് ഷിപ്പ് ആണെങ്കിൽ അതിന്റെ യാത്ര തുടരുകയാണ്. യുവേഗ എന്ന് പറയുന്ന ഗ്രഹത്തിലേക്കാണ് അവൾ അതിൽ റൂട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അവളുടെ കൂടെ ആൻഡിയും ഉണ്ട്. അവൻ ഇപ്പോൾ വർക്കിംഗ് കണ്ടീഷനിൽ അല്ല എങ്കിലും അവനെ നന്നാക്കി എടുക്കാൻ പറ്റും എന്നൊരു വിശ്വാസം അവൾക്കുണ്ട്. അങ്ങനെ അവിടെ നടന്ന മുഴുവൻ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അവൾ ആ ക്രയോപോഡിൽ ഉറങ്ങാൻ കിടക്കുകയാണ്. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്.